എവർഗ്രീൻ കോമഡി സീനായ കിലുക്കത്തിലെ ചിക്കൻ കറി നമ്മുടെ ഇന്നസെന്റ് തിലകന് സെർവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോണ്ടാവുന്ന ഡയലോഗാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് നോക്കാം. കോഴിക്കറിയാ? തിലകൻ ചോദിക്കുകയാണ്, ഇത് എന്താ അത്? അപ്പൊ അങ്ങനെ പറയും, വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദിസ്? അപ്പൊ ഇന്നസെന്റ് വളരെ വിനയത്തോടെ പറയാണ്, ചിക്കൻ കറിയാണെന്ന്. അപ്പൊ അങ്ങനെ പറയാം, ദിസ് ഇസ് ചിക്കൻ കറി, ദിസ് ഇസ് ചിക്കൻ കറി. അപ്പൊ തിലകൻ എഴുന്നേറ്റ് നിന്ന് കൈ കൂപ്പുന്നുണ്ട്. അപ്പോൾ ഇന്നസെന്റ് ചോദിക്കുക, എന്താ? അതങ്ങനെ ചോദിക്കും, എന്താ? ഒന്നുമില്ലെങ്കിൽ വാട്ട് ഈസ് ഇറ്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻഡ്, എന്താ പറ്റിയേ, വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ തിലകൻ എന്താ ഉത്തരം കൊടുക്കുന്നത്? എന്നെക്കാളും പ്രായമുള്ള കോഴിയാണ്, അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. എന്നെക്കാളും പ്രായമുള്ള കോഴിയാണ്, അതിങ്ങനെ പറയാം, ദിസ് ചിക്കൻ ലുക്സ് ഓൾഡർ ദാൻ മീ. ഈ ചിക്കൻ എന്നെക്കാളും പ്രായമുള്ളതുപോലെ തോന്നുന്നു. ദിസ് ചിക്കൻ ലുക്സ് ഓൾഡർ ദാൻ മീ. എപ്പോഴും നിങ്ങൾ ഓൾഡർ, സ്മാർട്ടർ, ക്വിക്കർ മുതലായ എന്തെങ്കിലും എന്ന് വെച്ചിട്ട് കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുമ്പം ദാൻ സംതിങ് ഒരു സാധനത്തെ വെച്ച് കമ്പയർ ചെയ്യണം. ദിസ് ചിക്കൻ ലുക്സ് ഓൾഡർ എന്ന് പറഞ്ഞിട്ട് നിർത്തരുത്. ദിസ് ചിക്കൻ ലുക്സ് ഓൾഡർ ദാൻ മീ. ലുക്സ് എന്താ പറയാൻ കാരണം? ചിക്കൻ സിംഗുലറാണ്. അപ്പോൾ ദിസ് ചിക്കൻ ലുക്സ് ഓൾഡർ ദാൻ മീ. കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. ഇതെങ്ങനെ പറയും? ഇന്ന് പഠിക്കേണ്ട ഒരു ഫ്രേസ്, പേ മൈ റെസ്പെക്ട്സ്. പേ മൈ റെസ്പെക്ട്സ് എസ് ഇടണം, പേ മൈ റെസ്പെക്ട്സ്. സോ ഐ തോട്ട് ഐ വിൽ പേ മൈ റെസ്പെക്ട്സ് ബിഫോർ ഹാവിങ് ഇറ്റ്. കഴിക്കുന്നതിന് മുമ്പ്, ബിഫോർ ഹാവിങ് ഇറ്റ്. ഈറ്റിംഗ് ഇറ്റ് എന്ന് പറയാം, പക്ഷേ ഈറ്റിംഗ് ഇറ്റിനെക്കാട്ടും ഹാവ് എന്ന് പറഞ്ഞ വേർഡാണ് കഴിക്കുന്നതിന് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ ഈറ്റിന് വേണമെങ്കിൽ ഉപയോഗിക്കാം, തെറ്റില്ല. പക്ഷെ കുറച്ചുകൂടെ ഭംഗിയിൽ പറയണമെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. ദിസ് ചിക്കൻ ലുക്സ് ഓൾഡർ ദാൻ മീ, സോ ഐ തോട്ട് ഐ വിൽ പേ മൈ റെസ്പെക്ട്സ് ബിഫോർ ഐ ഹാവ് ഇറ്റ്. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കുകയാണോ തന്നെ? എന്റെ കാശ് നശിപ്പിക്കാൻ മാത്രം പടച്ചു വിട്ടിരിക്കുകയാണോ തന്നെ? അങ്ങനെയാണ് ചോദിക്കുന്നത്. അതെങ്ങനെ പറയും? ഹാവ് യു ബീൻ സെൻഡ് ഹിയർ ജസ്റ്റ് ടു വേസ്റ്റ് മൈ മണി? ഇത് കുട്ടികളോടൊക്കെ അച്ഛനമ്മയൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടില്ല. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ ജനിച്ചേക്കണേ? ഹാവ് യു ബീൻ സെൻഡ് ഹിയർ ജസ്റ്റ് ടു വേസ്റ്റ് മൈ മണി? ഇനി വല്ല ഉണ്ടോടോ നക്കാൻ? ഇനി വല്ല ഉണ്ടോടോ നക്കാൻ എന്നാണ് ചോദിക്കുന്നത്. എന്നുവെച്ചാൽ തിന്നാൻ എന്തെങ്കിലും ഉണ്ടോന്ന് അങ്ങനെ ചോദിക്കും. ഈസ് ദർ എനിത്തിങ് എൽസ് ടു ഈറ്റ്? ഈസ് ദർ എനിത്തിങ് എൽസ് ടു ഈറ്റ്? മീൻകറിയാ? അപ്പൊ ഇന്നസെന്റ് രേവതിയുടെ അടുത്ത് നിന്ന് കറി വാങ്ങിച്ചിട്ട് തന്നേന്ന് പറഞ്ഞിട്ട് കറി വാങ്ങിക്കുന്നുണ്ട്. തന്നേന്ന് എങ്ങനെ പറയാം? ഗിവ് ഇറ്റ് അല്ലെങ്കിൽ ഗിവ് മീ. ഗിവ് ഇറ്റ് എന്ന് പറയാം. എന്നിട്ട് മീൻകറിയാന്ന് പറഞ്ഞിട്ട് തിലകൻ കൊടുക്കുന്നുണ്ട്. മീൻകറിയാ? ദിസ് ഇസ് മീൻ കറി, ദിസ് ഇസ് മീൻ കറി. പിന്നെ വടി ഇവിടെ ഉണ്ട്. അപ്പൊ തിലകൻ ചോദിക്കുന്നത്, എനിക്കൊരു വടി കിട്ടൂ, ഒരു വടി കിട്ടൂ. അതെങ്ങനെ പറയും? കൻ ഐ ഗെറ്റ് എ സ്റ്റിക്ക്? കൻ ഐ ഗെറ്റ് എ സ്റ്റിക്ക്? ഒരു വടി, സ്റ്റിക്ക്. കൻ ഐ ഗെറ്റ് എ സ്റ്റിക്ക്? ഇത് നമുക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു പേന കിട്ടുമെന്ന് ചോദിക്കണേ, കൻ ഐ ഗെറ്റ് എ പെൻ? കൻ ഐ ഗെറ്റ് എ പെൻ എന്ന് ചോദിക്കാം. ഒരു വടി കിട്ടുമോ എന്നുള്ള അർത്ഥത്തിൽ ക്യാൻ ഐ ഗെറ്റ് എ സ്റ്റിക്ക്. അപ്പോൾ ഇന്നസെന്റ് പാവം, പിന്നെ വടി ഇവിടെ ഉണ്ട് എന്നാണ് പറയണത്. അതെങ്ങനെ പറയും? ഓഫ് കോഴ്സ്. പിന്നെ എന്നുള്ളതിന് ഓഫ് കോഴ്സ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാം. ഓഫ് കോഴ്സ്. ഓഫ് കോഴ്സ് ദേർസ് എ സ്റ്റിക്ക് ഹിയർ. ഓഫ് കോഴ്സ് ദേർസ് എ സ്റ്റിക്ക് ഹിയർ. ഇവിടെ ഒരു വടി ഉണ്ട്. ദർ ഇസ് എ സ്റ്റിക്ക് ഹിയർ. എന്തിനാ? വടി എടുക്കാൻ പോകുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ആൾക്കും ഓർമ്മ വരുന്നത്. അല്ല, എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ, എന്തിനു വേണ്ടിയാ, അതെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ഇറ്റ് ഫോർ? വാട്ട് ഈസ് ഇറ്റ് ഫോർ? ആ ഫോർ എന്ന് പറഞ്ഞാൽ ഉപയോഗമാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ഇറ്റ് എന്ന് വെച്ചാൽ എന്താ അത്. വാട്ട് ഈസ് ഇറ്റ് ഫോർ എന്ന് വെച്ചാൽ എന്തിനാ അത്. അപ്പൊ തിലകൻ റിപ്ലൈ കൊടുക്കുന്നത്, ഇതിനൊന്ന് കൊന്നു തിന്നാനാണ്. അതിനെ പറയാം, ടു കിൽ ഇറ്റ് ബിഫോർ ഐ ഈറ്റ് ഇറ്റ്. ടു കിൽ ഇറ്റ് ബിഫോർ ഐ ഈറ്റ് ഇറ്റ്. അങ്ങനെ പറയാ, പുഴയെന്ന് പിടിച്ച് അതുപോലെ കൊണ്ടിട്ടിരിക്കല്ലേ. ഇറ്റ് ഹാസ് ബീൻ ബ്രോട്ട് എക്സാക്ട്ലി ആസ് ഇറ്റ് വാസ് കോട്ട് ഫ്രം ദ റിവർ. കാച്ച് ഫ്രം ദ റിവർ എന്ന് വെച്ചാൽ പുഴയിൽ നിന്ന് പിടിക്കുക. ക്യാച്ച് ഫ്രം ദ റിവർ. ബ്രിങ്ങിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ബ്രോട്ട്. ഇറ്റ് ഹാസ് ബീൻ ബ്രോട്ട് എക്സാക്ട്ലി ആസ് ഇറ്റ് വാസ് കോട്ട് ഫ്രം ദ റിവർ. ഉപ്പുമില്ല മുളകുമില്ല ഒന്നുമില്ല എന്നാ പിന്നെ തിലകൻ പറയണത്. അങ്ങനെ പറയും, നോ സോൾട്ട്. മുളകുമില്ല, അതിനെന്താ നമ്മൾ പറയാ? മുളക് എന്ന് പറഞ്ഞാൽ ചില്ലിയാണ്. സ്പൈസസ് ആണ് മുളക് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് മുളക് ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ചില്ലി ഇട്ടിട്ടില്ല അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നോ സോൾട്ട്, നോ സ്പൈസസ്. ഉപ്പുമില്ല, മുളകുമില്ല, ഒന്നുമില്ല. നോ സോൾട്ട്, നോ സ്പൈസസ്, നത്തിങ്. ഒന്നുമില്ല എന്നുള്ളതിന് നത്തിങ്. ഉപ്പ് ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടുവയ്ക്കാം. അപ്പൊ പാവ ഇന്നസെന്റ് എന്താ പറയണേ? ഉപ്പ് ഞാനിവിടെ ഒരു പാത്രത്തിൽ കൊണ്ടുവയ്ക്കാം. അതെങ്ങനെ പറയും? I can keep some salt here in a jar. പാത്രത്തിലോ? നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 10-15 പാത്രം ഇവിടെ നിരത്തി വെച്ചിട്ട് ഉപ്പ്, മുളക്, ജീരകം എല്ലാം ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചേക്കുന്നത്. ഞാൻ എൻ്റെ പരുവത്തിനെടുത്ത് കഴിച്ചോളാം. ഇത് കുറച്ച് വലിയ സെന്റൻസ് ആണ്, അപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇതെങ്ങനെയാ പറയാൻ നോക്കാം. പാത്രത്തിലോ? അതെങ്ങനെ ചോദിക്കും? ഇൻ എ ജാർ. എന്നാൽ താനൊരു കാര്യം ചെയ്യും. അങ്ങനെ പറയാം, ഓക്കെ ദെൻ യു ക്യാൻ ഡു വൺ തിങ്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ദെൻ യു ക്യാൻ ഡു വൺ തിങ്. ഒരു 10-15 പാത്രം ഈ ടേബിളെ നിരത്തി വെച്ചിട്ട്
നിരത്തി വെക്കുന്നതിന് ലേ ഔട്ട് എന്ന് പറയാം. ലേ ഔട്ട് സം 15 ജാർസ് ഓൺ ദ ടേബിൾ. ലേ ഔട്ട് സം ഒരു ഏകദേശം 15 എന്നുള്ളതിന് ലേ ഔട്ട് സം 15 ജാർസ് ഓൺ ദ ടേബിൾ. എന്നിട്ട് എന്താ വേണ്ടത്? ഉപ്പ്, മുളക്, ഉള്ളി, കറിവേപ്പില, ജീരം എല്ലാം അതിൽ ഇട്ട് വെച്ചേരുന്ന പറയണേ. അതെങ്ങനെ പറയാം? ലേ ഔട്ട് സം 15 ജാർസ് ഓൺ ദ ടേബിൾ ആൻഡ് ഫിൽ ദം വിത്ത് salt, chili, onions, cumin seeds, curry leaves and what not. കുറേ സാധനങ്ങളുടെ പേര് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ എല്ലാം എന്നുള്ള അർത്ഥത്തിൽ ആൻഡ് വാട്ട് നോട്ട് എന്ന് പറയാം. ലേ ഔട്ട് സം 15 ജാർസ് ഓൺ ദ ടേബിൾ ആൻഡ് ഫിൽ ദം വിത്ത് സോൾട്ട്, ഉപ്പ്, ചില്ലി, മുളക്, അണിയൻസ്, ഉള്ളി, ഓണിയൻ അല്ല അനിയൻ എന്ന് പറയാം. അനിയൻ അല്ല അനിയൻസ്. ജീരകം, ക്യുമിൻ, ജീരകത്തിന് പറയാം ക്യുമിൻ. കറിവേപ്പിലയ്ക്ക് എന്താ പറയാ? കറി ലീവ്സ് ആൻഡ് വാട്ട് നോട്ട്. ലേ ഔട്ട് സം 15 ജാർസ് ഓൺ ദ ടേബിൾ ആൻഡ് ഫിൽ ദം അപ്പ് വിത്ത് സോൾട്ട്, ചില്ലി, അണിയൻസ്, ക്യുമിൻ, കറി ലീവ്സ് ആൻഡ് വാട്ട് നോട്ട്. ഇനി മേല ഞാൻ അങ്ങനെ ചെയ്യാം. പിന്നെ പറയുന്നത് ഞാൻ എൻ്റെ പരുവത്തിനെടുത്ത് കഴിച്ചോളാം. അതെങ്ങനെ പറയും? ഐ കൻ ടേക്ക് ആൻഡ് ഹാവ് ആസ് ഐ വിഷ്. എൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. ഐ കൻ ടേക്ക് ആൻഡ് ഹാവ് എന്ന് വെച്ച് തിന്നാം. ഐ ക്യാൻ ടേക്ക് ആൻഡ് ഹാവ് ആസ് ഐ വിഷ്. എനിക്ക് ഇഷ്ടമുള്ള പോലെ തിന്നാന്ന്. അപ്പോൾ ഇന്നസെന്റ് എന്താ പറയണേ? ഇനി മേല ഞാൻ അങ്ങനെ ചെയ്യാം. ഇനി മേല അതെങ്ങനെ പറയാ? ഹിയർ ആഫ്റ്റർ. ഇനി മുതൽ ഹിയർ ആഫ്റ്റർ ഐ ക്യാൻ ഡു ദാറ്റ്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഐ വിൽ ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ട് ഗ്രാമാറ്റിക്കലായി നോക്കുമ്പോൾ വരുന്നത് ഹിയർ ആഫ്റ്റർ ഐ ക്യാൻ ഡു ദാറ്റ്. എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഹിയർ ആഫ്റ്റർ ഐ ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ തിലകൻ ദേഷ്യം പിടിച്ച് എന്താ പറയണത്? തന്നെയൊക്കെ തീറ്റി പോരണ എന്നെ വേണം പറയാൻ. അതെങ്ങനെ പറയും? എന്നെ വേണം പറയുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്നെ വേണം കുറ്റപ്പെടുത്താൻ അല്ലേ? അങ്ങനെ പറയണതിന് ബ്ലെയിം എന്ന് പറയാം. ഐ ഷുഡ് ബി ബ്ലെയിംഡ്. എന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഐ ഷുഡ് ബി ബ്ലെയിംഡ്. ഐ ഷുഡ് ബി ദ വൺ ബ്ലെയിംഡ് ഫോർ ഫീഡിങ് യു. തന്നെയൊക്കെ തീറ്റി പോറ്റുക എന്നുള്ളതിന് ഫീഡ് സമ്മൺ എന്നല്ലേ പറയാം. ഐ ഷുഡ് ബി ദ വൺ ബ്ലെയിംഡ് ഫോർ ഫീഡിങ് യു. ഐ ഷുഡ് ബി ദ വൺ ബ്ലെയിംഡ് ഫോർ ഫീഡിങ് യു. അടുത്ത പ്രശ്നം, തനിക്ക് ഈ പ്ലേറ്റ് ഒന്ന് കഴുകി വെച്ചുവിടോ. അതെങ്ങനെ പറയും? അതെങ്കിലും ചെയ്തുകൂടെ എന്നാണല്ലോ അവിടെ ധ്വനി വരുന്നത്. അതെങ്ങനെ പറയും? കാൻറ്റ് യു അറ്റ്ലീസ്റ്റ് വാഷ് ദ പ്ലേറ്റ്. കാൻറ്റ് യു അറ്റ്ലീസ്റ്റ്, ഒരു മിനിമം കാര്യം എന്താണ്? വാഷ് ദ പ്ലേറ്റ്. കാൻറ്റ് യു അറ്റ്ലീസ്റ്റ് വാഷ് ദ പ്ലേറ്റ്. കഴുകിയതാണല്ലോ എന്നാണ് അപ്പോൾ ഇന്നസെന്റ് മറുപടി പറയണത്. എങ്ങനെ പറയും? ഐ ഡിഡ് വാഷ് ഇറ്റ്. ഞാൻ കഴുകിയതാ. ഐ ഡിഡ് വാഷ് ഇറ്റ്. ഐ വാഷ്ഡ് ഇറ്റ് എന്ന് പറയാം. അപ്പോൾ ഞാൻ കഴുകി വെച്ചു അത്രേ ഉള്ളൂ. പക്ഷേ ആ വാഷ് ചെയ്ത കാര്യത്തെ കുറച്ച് സ്ട്രെസ് ചെയ്ത് പറയണമെങ്കിൽ ഐ ഡിഡ് വാഷ് ഇറ്റ്. നീ അത് കഴിച്ചില്ലേ? ഞാൻ തിന്നതാണല്ലോ. ഐ ഡിഡ് ഈറ്റ് ഇറ്റ്. അങ്ങനെ ആ ഡിഡ് കഴിഞ്ഞിട്ട് പ്രസന്റ് ഫോം, നോർമൽ ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കാം. ഐ ഡിഡ് വാഷ് ഇറ്റ്. അപ്പോൾ പറയണത് പച്ചവെള്ളത്തിലായിരിക്കും അല്ലേ? നീ കഴുകിയത് പച്ചവെള്ളത്തിലായിരിക്കും. അതെങ്ങനെ പറയാ? ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഇൻ കോൾഡ് വാട്ടർ എന്ന് വെച്ചാൽ ഒരു ഗസ് ആണല്ലേ. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഇൻ കോൾഡ് വാട്ടർ. അല്ല, ചൂടുവെള്ളത്തിലാണ് ഉത്തരം കൊടുക്കുന്നത്. അതെങ്ങനെ പറയാ? നോ, ഇൻ ഹോട്ട് വാട്ടർ. ആര് പറഞ്ഞു ചൂടുവെള്ളത്തിൽ കഴുകാൻ? ഇതെങ്ങനെ പറയും? ആര് പറഞ്ഞു? അങ്ങനെ പറയും ഹൂ ആസ്ക്ഡ് യു ടു വാഷ് ഇൻ ഹോട്ട് വാട്ടർ. ഹൂ ആസ്ക്ഡ് യു ടു വാഷ് ഇൻ ഹോട്ട് വാട്ടർ. എന്നാൽ ഞാനൊരു സത്യം പറയാം. ഞാൻ പച്ചവെള്ളത്തിലാണ് കഴുകിയത്. ഇന്നസെന്റ് അടവെടുത്തു. അപ്പോൾ അങ്ങനെ പറയാം. എന്നാൽ ഞാനൊരു സത്യം പറയാം. ദെൻ ഐ വിൽ ടെൽ യു ദ ട്രൂത്ത് എന്ന് പറയണേക്കാട്ടും ഞാനൊരു സത്യം പറയാമെന്ന് പറയുമ്പോൾ ഞാനൊരു കുറ്റസമ്മതം നടത്താം അങ്ങനെ രീതിയിലല്ലേ പറയണത്. സോ ഐ വിൽ മേക്ക് എ കൺഫെഷൻ. ദെൻ ഐ വിൽ മേക്ക് എ കൺഫെഷൻ. ഐ വാഷ്ഡ് ഇൻ കോൾഡ് വാട്ടർ. ദെൻ ഐ വിൽ മേക്ക് എ കൺഫെഷൻ. ഐ വാഷ്ഡ് ഇൻ കോൾഡ് വാട്ടർ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തിലകന് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണോന്ന് വെച്ചിട്ട് ഇന്നസെന്റ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തിലകൻ കഴിക്കുകയാണ്. അപ്പോഴാണ് ഇന്നസെന്റ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടത്. അപ്പോൾ തിലകൻ ചോദിക്കുകയാണ് എന്താടോ എന്ന്. അങ്ങനെ പറയാം. ആരെങ്കിലും ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് ചോദിക്കുന്നത് എന്താ പറയുക? വാട്ട് ഇസ് ഇറ്റ്. ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കണമെങ്കിൽ വാട്ട് ഇസ് ഇറ്റ്. വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിക്കാം. കുറച്ച് റൂഡാണ്. വാട്ട് ഇസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ എന്താ വേണ്ടത് എന്നുള്ളൊരു സമാധാനപരമായി ചോദിക്കുന്ന കാര്യമാണ്. ആരെങ്കിലും അടുത്ത് വന്നിട്ട് വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടേ അങ്ങനെ ഒരു അർത്ഥം വരും. അതുകൊണ്ട് വാട്ട് ഇസ് ഇറ്റ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ല, കൈ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ. അപ്പം നമ്മുടെ പാവ ഇന്നസെന്റ് പറയണേ, അല്ല കൈ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ അതെങ്ങനെ പറയാ? അതെന്താ ഉദ്ദേശിക്കണേ? എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അല്ലേ? അങ്ങനെ പറയും. ഇൻ കേസ് യു നീഡ് എനി ഹെൽപ്പ്. ഇൻ കേസ് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ. ഇൻ കേസ് യു നീഡ് എനി ഹെൽപ്പ്. അപ്പോൾ തിലകൻ പറയണേ, തനിക്ക് ഉള്ളതൊക്കെ അകത്തിരിപ്പില്ലേ? എങ്ങനെ പറയും? ഡോണ്ട് യു ഹാവ് യുവർ ഫുഡ് ഇൻസൈഡ്. നിങ്ങളുടെ ഫുഡ് നിങ്ങൾക്ക് അകത്തില്ലേ? ഡോണ്ട് യു ഹാവ് യുവർ ഫുഡ് ഇൻസൈഡ്. ഡോണ്ട് യു ഹാവ് യുവർ ഫുഡ് ഇൻസൈഡ്.
ഇനി ഇവിടെ നിന്ന് നാക്കെ വെള്ളം ഉരിച്ച് കൊതി പിടിപ്പിച്ച് എന്റെ വയറ് ചീത്തയാക്കിയ പോകണോ? നീ ഇവിടെ നിന്ന് നാക്കെ വെള്ളം ഉരിച്ച് കൊതി പിടിപ്പിച്ച് എൻ്റെ വയറും കേടാക്കിയേ പോവുള്ളൂ എന്നാണ് ചോദിക്കണേ. അതിങ്ങനെ പറയും. നല്ല ഭക്ഷണം കണ്ടിട്ടുണ്ടെങ്കിൽ വെള്ളം വരില്ലേ വായിന്ന്, അതിന് പറയുന്നത് ഡ്രൂൾ ചെയ്യാന്ന് പറയാം. ഈ കുഞ്ഞു കുട്ടികളിൽ ഇങ്ങനെ പല്ലൊക്കെ വരുന്നതിന് മുമ്പ് കുറേ വെള്ളം അങ്ങനെ വായിന്ന് വന്നുകൊണ്ടിരിക്കില്ലേ തുപ്പൽ, അതിന് പറയാം കുട്ടികൾ ഡ്രൂൾ ചെയ്യാന്നാണ് പറയാം. ഡ്രൂളിങ് എന്നുള്ള വാക്ക് ഒന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കണ്ടിട്ട് വായിൽ വെള്ളം വരുമ്പോഴും ഡ്രൂൾ ചെയ്യാന്ന് തന്നെയാണ് പറയാം. നൗ വിൽ യു ലീവ് ഓൺലി ആഫ്റ്റർ യു ഡ്രൂൾ ഓവർ മൈ ഫുഡ്. എൻ്റെ ഫുഡ് കണ്ടിട്ട് വെള്ളം ഇറക്കിയിട്ട് എന്നിട്ട് എൻ്റെ വയറുവേദന ഉണ്ടാക്കാന്നൊക്കെ പറയണത് മേക്ക് മീ സിക്ക് എന്ന് പറയാം. നൗ വിൽ യു ലീവ് ഓൺലി ആഫ്റ്റർ യു ഡ്രൂൾ ഓവർ മൈ ഫുഡ് ആൻഡ് മേക്ക് മീ സിക്ക് എന്ന് പറയാം. പിന്നെ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞിട്ട് പോവാണ്. എൻ്റെ ഈശ്വര എന്നുള്ളതിന് ഓ മൈ ഗോഡ് എന്ന് പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ കുറേ വീഡിയോസ് ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ വീഡിയോസും ഉണ്ട്. അപ്പം ഇത് കുറച്ച് രസമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമറിൻ്റെ വീഡിയോസ് ഇതിനോടൊപ്പം കാണാം, ഗ്രാമർ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.